നമ്മളോടൊപ്പം സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ ആദർശ് കുഞ്ഞിലം കൂടി ചേരുന്നുണ്ട്. ശ്രീ ആദർശ്, ഇന്നത്തെ ദിവസം ആദ്യം താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്താണ്? ശ്രീ ആദർശ്, താങ്കളെ കേൾക്കാൻ കഴിയുന്നില്ല, മ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നില്ല. ആദ്യം ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാം, പറയാം. ആദ്യമായി ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് എല്ലാവരും രാവിലെ മുതൽ ഇന്ന് ആഘോഷ തിമർപ്പിലാണ്. അയോധ്യാപുരി ഇന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെ പ്രധാനമന്ത്രിയുടെയും എല്ലാ മഹത് സാന്നിധ്യത്തില് ഇന്ന് വളരെ ഉത്സാഹത്തോടെയാണ് എല്ലാ ജനങ്ങളും. അപ്പൊ ആദ്യമായി നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് 1990-കളിൽ ഇതിനെതിരെ ഈ രാം ജന്മഭൂമി രാമക്ഷേത്ര മൂവ്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് അതിനെതിരെ എഴുതിയ പല മാധ്യമങ്ങളും ഇന്ന് അവരുടെ TRP റേറ്റിംഗിന് വേണ്ടി ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് ഒരു എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു ഉപനിഷത്ത് വചനമാണ്, ഈശോവാസ്യമിതം സർവം. അതാണ് ഇന്ന് ശരിക്ക് അയോധ്യയിൽ കണ്ടത്. അയോധ്യയിലെ എല്ലാ മേഖലയിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വായുവിലും, എല്ലായിടത്തും നമുക്ക് ഇനി ഭഗവാന്റെ സാന്നിധ്യം ഇന്ന് ദർശിക്കുകയുണ്ടായി. അത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാണ്ട്. രാമരാജ്യം എന്ന് പറയുന്നത് രാമരാജ്യത്തിന്റെ ഒരു തറക്കല്ലിട്ടതാണ് ഇന്ന് ശരിക്കും നമ്മൾ കണ്ടത്. ഇനി ഒരുപാട് കാര്യങ്ങളിൽ പല ഇതിലും നമുക്ക് മുന്നേറാനുണ്ട്. മുന്നേറ്റത്തിന്റെ ആദ്യത്തെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഇന്ന് അയോധ്യയിൽ ദർശിച്ചത്. തീർച്ചയായും. താങ്കൾക്ക് മുമ്പ് ഡോക്ടർ CA ഐസക് നമ്മളോടൊപ്പം പങ്കുവച്ച ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളുടെ ഒരു വ്യാകുലതകളുണ്ട്, ഒരു എതിർപ്പുണ്ട്. ആ ഒരു എതിർപ്പിനോട് ഒരുപക്ഷെ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ സമ്മതത്തോടു കൂടി കോടതി വ്യവഹാരങ്ങളെല്ലാം പൂർത്തിയായി നമ്മൾ ഇന്നേ ദിനത്തിൻ്റെ വിജയത്തിലേക്ക് എത്തുമ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഒരുപക്ഷെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടലായിട്ട് മാത്രം എഴുതിത്തള്ളാവുന്നവയാണോ? തീർച്ചയായും. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ എതിർപ്പ് ഈ 1900 ആ കാലഘട്ടത്തിൽ തന്നെ ഈ തുടക്കം മുതലേ ഈ രാമക്ഷേത്രം ജന്മഭൂമി ഈ പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇതിന് എതിർപ്പ് എല്ലാ കാലത്തും ഉണ്ടായതാണ്. എല്ലാ സർക്കാരുകളും ഇതിനെ ഹൈന്ദവർക്കെതിരെ ഉപയോഗിച്ച ഒരു കാര്യം തന്നെയാണിത്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മളത് പല ഇടതുപക്ഷ ഹിസ്റ്റോറിയൻസും ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസായ ഇർഫാൻ ഹബീബ്, അന്ന് അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്ന് ഓർക്കണം. അതുപോലെ ഇത്രയും നമ്മൾ മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ അന്ന് അത്തരം സർക്കാർ ശമ്പളം വാങ്ങി സർക്കാരിന്റെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതിന് ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഏകപക്ഷീയമായുള്ള ചരിത്ര രേഖകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഈ ഒരു രാമജന്മഭൂമി മൂവ്മെന്റിനെ അതിന് പ്രീണ രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഇതിലേക്ക് എത്തിക്കാൻ പല കക്ഷികൾ ഇവിടെ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് അദ്ദേഹം ഒരു തവണ പോലും അയോധ്യ എന്ന് പറയുന്ന അയോധ്യാപുരി സന്ദർശിക്കാതെ തന്നെയാണ് അദ്ദേഹവും ഈ പറയുന്ന പോലെ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി BMACയും ഒരുപാട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. അന്ന് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സർക്കാർ ഇത്രയും ഒരു ജനകീയമായ ഒരു സർക്കാർ അല്ലായിരുന്നു. അത് മാത്രമാണ് അന്നത്തെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ അയോധ്യ ജന്മഭൂമി മൂവ്മെന്റ് പല തവണകളായിട്ട് പല സർക്കാരുകൾ ഹൈന്ദവർക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു ഇതും ഇല്ല, യാതൊരു സംശയവും നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ ചരിത്രത്തിലെ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് 1700-കളിൽ തന്നെ നമ്മൾ സ്വതവേ കേരളീയരുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കാതെ വളരെ വലിയ വിദേശ സർവകലാശാലകളിലൊക്കെ പേരെടുത്ത ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കാനാണ് നമുക്ക് പൊതുവെ താല്പര്യം. അതാണ് നമ്മുടെ ഒരു പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് റെക്കോർഡ്സിൽ തന്നെ 1800-കളുടെ കാലഘട്ടങ്ങളിലും അതിനു മുന്നേ തന്നെ ഒരു ഓസ്ട്രിയൻ ജെസ്യൂട്ട് ഒരു മിഷനറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടൈഫൻഹെയർ. അദ്ദേഹം 1710 തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ആന്റൺ ഫ്യൂറർ എന്ന് പറയുന്ന വേറൊരു വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസിന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്കോളേഴ്സിന്റെ പേരുകളാണ് പറയുന്നത്. കാരണം എന്നും നമ്മുടെ ഒരു ജനത അവർക്ക് പിന്നാലെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് എല്ലാം എഴുതപ്പെട്ടതാണ്. അവിടെ രാമജന്മഭൂമി ഉണ്ടായിരുന്നു, രാമക്ഷേത്രം ഉണ്ടായിരുന്നു. അതില് ആ മേഖലയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ അവിടെ ഇതിൽ വരാറുണ്ട്. പക്ഷെ എന്നിട്ടൊക്കെ ഇത്തരം സത്യങ്ങളെ മുഴുവൻ നെഗ്ലക്ട് ചെയ്തുകൊണ്ട്
പിന്നീടുള്ള സർക്കാരുകൾ മുന്നോട്ട് പോയി. അത് തീർച്ചയായും അത് ഇന്ന് അതിനൊരു വിരാമം വന്നിരിക്കുന്നു. ഇന്ന് രാമരാജ്യത്തിന്റെ ഒരു ആരംഭം തന്നെയാണ്. തീർച്ചയായും